വിപ്ലവ നായകൻ ലെനിൻ വിട പറഞ്ഞിട്ട് 101 വർഷങ്ങളാകുന്നു. ലോകത്തെ ആദ്യ ജനകീയ ജനാധിപത്യ വിപ്ലവം നയിച്ച വിപ്ലവകാരിയുടെ സ്മരണ നിലനിർത്തുന്ന ശേഖരങ്ങൾ കൊണ്ട് വിസ്മയം തീർക്കുകയാണ് കൊല്ലം കുണ്ടറ സ്വദേശി ഫെസ്റ്റസ് മനോജ്. കർഷകരെ സ്നേഹിച്ച വിപ്ലവകാരി ലെനിന്റെ അപൂർവങ്ങളായ ചിത്രം ആലേഖനം ചെയ്ത കറൻസിയും സ്റ്റാമ്പും നാണയങ്ങളും ഉൾപ്പെടുന്ന ആൽബം മുതൽ ലെനിന്റെ ജീവചരിത്രം വരെ കോളേജ് അധ്യാപകനായ മനോജിന്റെ ബി നിലവറയിൽ ഭദ്രം. ലെനിന്റെ 100ാം ജന്മദിനത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയ റഷ്യൻ നാണയമായ 1 റൂബിൾ, ഒക്ടോബർ വിപ്ലവത്തിന്റെ 50ാം വാർഷികം പ്രമാണിച്ച് പുറത്തിറക്കിയ 50 കോപ്പക് നാണയം, ഒക്ടോബർ വിപ്ലവത്തിന്റെ 60ാം വാർഷികത്തിൽ പുറത്തിറക്കിയ 1 റൂബിൾ നാണയം. മിക്ക കറൻസി നോട്ടുകളിലും ആലേഖനം ചെയ്തിരിക്കുന്നത് ലെനിന്റെ അർദ്ധകായ പ്രതിമയുടെ രൂപമാണെങ്കിൽ 1937 പുറത്തിറക്കിയ ഒരു ചെർണോട്സഫ് നോട്ടിലും 5 ചെർണോട്സ് നോട്ടിലും ലെനിന്റെ യഥാർത്ഥ ചിത്രം ജീവസുറ്റതായി കാണാം. ഒന്ന്, ലെനിനെ കുറിച്ച് ആദ്യം മനസ്സിലാക്കുന്ന സ്കൂൾ പാഠപുസ്തകത്തിലാണ്. എനിക്ക് തോന്നുന്നു 2ാം ക്ലാസ്സിലെങ്ങാണ്ട് പഠിച്ചപ്പോഴാണ് ആദ്യം ഒരു പാഠം പഠിക്കുന്നത്. ലെനിനും കർഷകനും എന്നാണ് മലയാളത്തിൽ. അന്നേരം കർഷകരായിട്ടുള്ള ആളുകൾ ലെനിനെ കാണാനായിട്ട് ഓഫീസിൽ വരുന്നതും അവരുമായിട്ട് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചേക്കാണ്. അത് 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. അന്ന് ലെനിൻ ആരാണെന്ന് പോലും അറിഞ്ഞുകൂടാ. പക്ഷേ ലെനിൻ എന്ന് പറയുന്ന വാക്ക് അന്ന് മനസ്സിൽ പതിഞ്ഞതാണ്. പിന്നീട് മുതിർന്നപ്പോൾ പല പുസ്തകങ്ങളിൽ നിന്ന് ലെനിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കി. പിന്നീട് നാണയങ്ങളും കറൻസി നോട്ടും തപാൽ സ്റ്റാമ്പും ഒക്കെ ശേഖരിക്കുന്നതായിരുന്നു എൻ്റെ പ്രധാനപ്പെട്ട ഹോബി, ന്യൂമിസ്മാറ്റിക്സ് ആൻഡ് ഫിലാറ്റലി. മാർക്സ്, ഏംഗൽസ്, ലെനിൻ എന്നിവരുടെ ചിത്രങ്ങൾ ആലേഖനം ചെയ്ത സ്റ്റാമ്പുകൾ 1986 ജർമ്മനി പുറത്തിറക്കി. 1970 ലെനിന്റെ 100ാം ജന്മദിനത്തിൽ ഇന്ത്യ ലെനിന്റെ ചിത്രം ആലേഖനം ചെയ്ത സ്റ്റാമ്പും പുറത്തിറക്കിയിരുന്നു. സോവിയറ്റ് യൂണിയൻ ലെനിനുമായി ബന്ധപ്പെട്ട വിവിധ സ്മാരകങ്ങൾ കൂടി ഉൾപ്പെടുത്തിയുള്ള സ്റ്റാമ്പുകളും പ്രസിദ്ധീകരിച്ചു. ലെനിന്റെ പേരിലുള്ള സർവകലാശാല, മോസ്കോയിൽ ലെനിൻ ഉപയോഗിച്ചിരുന്ന ഓഫീസ് മുറി, ലെനിൻ മ്യൂസിയം, ലെനിന്റെ ഓഫീസ് കെട്ടിടം, ലെനിൻ ആദ്യകാലത്ത് താമസിച്ചിരുന്ന കുടിൽ, ഇവയൊക്കെ സ്റ്റാമ്പിൽ ചിത്രങ്ങളായി. 1970 ലെനിന്റെ 100ാം ജന്മദിനത്തോടനുബന്ധിച്ച് ജർമ്മനി പുറത്തിറക്കിയ ബെർലിനിലെ ലെനിൻ സ്ക്വയർ ആലേഖനം ചെയ്ത കയ്യൊപ്പോടുകൂടിയ ഫസ്റ്റ് ഡേ കവർ ഇക്കൂട്ടത്തിൽ വ്യത്യസ്തം. അടുത്ത തലമുറയ്ക്ക് വേണ്ടി കൂടിയാണ് തൻ്റെ കരുതലെന്ന് മനോജ് പറയുന്നു. കളക്ഷനിൽ ഒരു ഘട്ടത്തിലും ഇതിനു വേണ്ടി ചിലവാക്കുന്ന പണത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. ആ കളക്ഷൻസ് ഇമ്പ്രൂവ് ചെയ്യുക എന്നതിനപ്പുറം എത്ര രൂപ ഇതിനു വേണ്ടി ചിലവാക്കുന്നതിന് മടിയില്ലായിരുന്നു. അത് കളക്ട് ചെയ്യണമെന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട് തന്നെയാണ്. കാരണം ഇത് ഇനി ഒരിക്കലും കളക്ട് ചെയ്യാൻ പറ്റത്തില്ല. ലെനിൻ മരിച്ചിട്ട് ഇത്രയും വർഷമായി. ഇതിൻ്റെ മെറ്റീരിയൽസ് നമുക്കിനി അവൈലബിൾ അല്ലാതെ വരും. അതുകൊണ്ട് മാക്സിമം കാര്യങ്ങൾ അടുത്ത ഇനി വരുന്ന ജനറേഷൻസ് കാണുക, അതിനു വേണ്ടിയിട്ട്. M.Com MBA ബിരുദധാരിയാണ് കോളേജ് അധ്യാപകനായ ഫെസ്റ്റസ് മനോജ്. കുട്ടിക്കാലം മുതൽ അമ്മ ബിയാട്രിസ് മനോജിനെ പ്രോത്സാഹിപ്പിച്ചു. ഇപ്പോൾ ഭാര്യ ജുലു ജോസഫും മകൻ അലക്സ് ക്രിസ്റ്റഫറും മനോജിനെ സപ്പോർട്ട് ചെയ്യാൻ മത്സരിക്കുന്നു. പ്രിയപ്പെട്ട ലെനിൻ, നിങ്ങൾ മരിക്കുന്നില്ല, ജീവിക്കുന്നു ഞങ്ങളിലൂടെ എന്ന പ്രശസ്തമായ മുദ്രാവാക്യമുണ്ട്. ഇങ്ങനെ ഞാഞ്ഞോട്ടുള്ള ആകാശത്തേക്ക് ഈ ഉരുക്കുമുഷ്ടി ഉയർത്തിക്കൊണ്ട് കാണിച്ചുകൊണ്ട് പറയുന്ന മുദ്രാവാക്യം, ആ മുദ്രാവാക്യത്തെ അന്വർത്ഥമാക്കുന്നതാണ് നമ്മുടെ കോളേജ് അധ്യാപകനായ ശ്രീ മനോജിൻ്റെ ഈ ഒരു കളക്ഷൻ. 101 വർഷമാണ് ഇപ്പോൾ പിന്നിടുന്നത്. ഇപ്പോഴും ലെനിൻ ഉയർത്തിപ്പിടിച്ച ആ ആശയവും ആ കമ്മ്യൂണിസവും ഇന്നും നമ്മുടെ മണ്ണിൽ ജീവിച്ചിരിക്കുന്നുണ്ട്. ഇനിയും അത് ജീവിക്കും. ക്യാമറമാൻ അയ്യപ്പദേവനൊപ്പം രാജ്കുമാർ.